കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ 19 വർഷത്തിന് ശേഷം പിടിയിൽ. അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് CBI പിടികൂടിയത്. ഇരുവരും അവിടെ ആൾമാറാട്ടം നടത്തി ജീവിക്കുകയായിരുന്നു. വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കവെയാണ് പ്രതികൾ വലയിലായത്. ദിബിൽ കുമാറിന്റെ കാമുകിയായിരുന്ന രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയുമാണ് ഇരുവരും ചേർന്ന് കഴുത്തറുത്ത് കൊന്നത്. ഏറെ കോളക്കമുണ്ടാക്കിയ കേസിൽ രാജ്യത്തിനകത്തും പുറത്തും വർഷങ്ങളോളം തേടിയ പ്രതികളെയാണ് ഒടുവിൽ പിടികൂടാനായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി മാസത്തിലാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയും അവിവാഹിതയുമായ രഞ്ജിനിയും 2 പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത്. ഈ കേസിൽ സൈനികരായ ദിബിൽ കുമാറിനും രാജേഷിനും പങ്കുണ്ടെന്ന സംസ്ഥാന പോലീസും CBIയും കണ്ടെത്തിയിരുന്നു. അതിനിഷ്ഠൂരമായ കൊലപാതകത്തിനു ശേഷം സൈന്യത്തിലേക്ക് ഇവർ തിരിച്ചുപോയില്ല. 2006 മുതൽ ഇരുവരും ഒളിവിൽ കഴിയുകയായിരുന്നു. ഇരുവരും രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്ന രീതിയിലായിരുന്നു അന്വേഷണം തുടർന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഇരുവരെയും കുറിച്ചുള്ള വിവരം CBI ചെന്നൈ യൂണിറ്റിൽ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോണ്ടിച്ചേരിയിൽ നിന്നും ഇവരെ പിടികൂടുന്നത്. മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. ഈ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുമുണ്ട്. കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിന് ആധാരമായി പോലീസും നാട്ടുകാരും പറയുന്നതിങ്ങനെ: ഏറം സ്വദേശിയായ രഞ്ജിനിയും സൈനികനായ ദിബിൽ കുമാറും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ദിബിൽ കുമാറിന് രഞ്ജിനിയിൽ ജനിച്ചതാണ് ഇരട്ടക്കുട്ടികൾ. പക്ഷേ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇയാൾ തയ്യാറായില്ല. രഞ്ജിനിയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ DNA പരിശോധനയ്ക്ക് വനിതാ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്താണ് ദിബിൽ കുമാറും സുഹൃത്ത് രാജേഷും അവിടെ എത്തി രഞ്ജിനിയെയും വെറും 17 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നാട്ടിലേറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു. 2006 ഫെബ്രുവരി 10 തീയതി രാവിലെ ഞാൻ ഇതുവരെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടക്കുന്നതായിട്ട് ഫോൺ സന്ദേശം വരികയും ഞാൻ പെട്ടെന്ന് തന്നെ അഞ്ചൽ പോലീസ് വിവരം അറിയിക്കുകയും പോലീസും എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നാട്ടുകാരും തള്ളയും മാത്രമേ ഉള്ളൂ. കുറച്ച് പേരും പരിസരവാസികളേ ഉള്ളൂ. കതവ് തുറന്നകത്ത് കയറുമ്പോൾ കാണുന്നത് ഈ രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീ കഴുത്തറ്റ് അവിടെ കിടക്കുന്നു. അകത്ത് മുറിയിൽ കൊച്ചുങ്ങളിങ്ങനെ കഴുത്തറ്റ് ഇറംഭരിച്ച നിലയിലുമാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2006 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇരുവരും അവധിയിലായിരുന്നുവെന്ന് കണ്ടെത്തി. രഞ്ജിനി പ്രസവത്തിന് ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ എത്തിയ രാജേഷ് കുടുംബവുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ഇവരാണ് കുറ്റവാളികളെന്ന് വ്യക്തമായതോടെ പോലീസ് നാട് മുഴുവൻ വലവിരിച്ചുവെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പത്താൻകോട്ടെ മിലിറ്ററി ക്യാമ്പിൽ തിരിച്ചെത്താതിരുന്നതോടെ സൈന്യവും ഇവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു. പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും തുടർന്ന് CBIയും അന്വേഷണം ഏറ്റെടുത്തുവെങ്കിലും യാതൊരു പുരോഗതിയുമുണ്ടായില്ല. ഒടുവിൽ സംഭവം നടന്ന 19 വർഷം എത്തുമ്പോഴാണ് പ്രതികൾ കുടുങ്ങിയത്. പേരും രൂപവുമൊക്കെ മാറ്റി പോണ്ടിച്ചേരിയിൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇരുവരും. News 18 കൊച്ചി.